Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ WatchOS 7ൻ്റെ കുറച്ച് ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ കുറച്ച് ട്രിക്സുമാണ്. അപ്പം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ ഫോളോ ചെയ്യില്ലെങ്കിൽ ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് WatchOS 7ൽ പുതിയ ഫീച്ചറായിരുന്നു നമുക്ക് ഫാമിലി ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതായത് നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസറാണ്, പക്ഷേ നിങ്ങൾക്കൊരു ആപ്പിൾ വാച്ച് വേണം. ആപ്പിൾ വാച്ച് വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ബ്രദറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോ ആർക്കെങ്കിലും ഐഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വാച്ചുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ പെയർ ചെയ്ത് നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ആഡ് വാച്ച് എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഇവിടെ നമുക്ക് താഴെ നമുക്ക് സെറ്റപ്പ് ഫോർ എ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് വരും. അപ്പോൾ ഇവിടെ കുറച്ച് സ്പ്ലാഷ് സ്ക്രീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഫാമിലി സെറ്റപ്പ് ഫീച്ചറിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് GPS മാത്രമുള്ള വാച്ചിൽ, അതായത് വൈഫൈ മാത്രമുള്ള വാച്ചിൽ നടക്കത്തില്ല. നമുക്ക് സെല്ലുലാർ വേർഷനുള്ള ആപ്പിൾ വാച്ചിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സെറ്റപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൾ വാച്ചിൽ വരുന്ന നമ്മളുടെ വർക്കൗട്ട്, ആക്ടിവിറ്റീസ്, ഫോൾ ഡിറ്റക്ഷൻ, നമ്മുടെ മെസ്സേജസ് കാര്യങ്ങളെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാം. ഈവൻ നമുക്ക് തേർഡ് പാർട്ടി ആപ്സ് വരെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ആപ്പിൾ വാച്ചിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു ഫീച്ചറാണ്. അതായത് നമുക്ക് കോൾ വരുന്ന സമയത്ത് നമ്മൾ ഫോൺ മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് നമ്മൾ മ്യൂട്ട് ബട്ടൺ ഇടുകയോ അല്ലെങ്കിൽ സൈലൻ്റ് ആക്കുകയോ കോൾ കട്ട് ചെയ്യുകയോ ചെയ്യണം. നമുക്ക് ആപ്പിൾ വാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈ എടുത്ത് വെറുതെ ആ ഡിസ്പ്ലേയുടെ മുകളിലേക്ക് വെച്ചാൽ മതി, കോൾ സൈലൻ്റ് ആയിക്കോളും. കോൾ കട്ടാകത്തില്ല, കോൾ സൈലൻ്റ് ആണ്. ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ കോൾ ഉണ്ട്, പക്ഷേ കോൾ സൈലൻ്റ് ആവും. നമ്മുടെ ഫോണിലും റിങ് ചെയ്യുന്ന ഒച്ച കട്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു വ്യൂ ആണ്, ആപ്പിൾ വാച്ചിലെ ആപ്സിൻ്റെ വ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്കിവിടെ ഹണികോം വ്യൂ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലിസ്റ്റ് വ്യൂവും കൂടെ ഉണ്ട്. അത് ഇഷ്ടമുള്ളവർക്കും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഐഫോണിലെ വാച്ച് ആപ്പിനകത്ത് പോയിട്ട് വേണം ചേഞ്ച് ചെയ്യാൻ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഐക്കൺസിൽ 3D ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ജിഗ്ലിങ് നമ്മുടെ ഐഫോണിലുള്ള പോലെ. അപ്പോൾ ഈ ഒരു മോഡിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആപ്പുകൾ ചേഞ്ച് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇവിടെ നമ്മൾ ഈ ഒരു ആപ്പിൾ വാച്ച് ആപ്പിനകത്ത് ആപ്പ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിപ്പം ലിസ്റ്റ് വ്യൂവിലേക്ക് മാറി നമുക്കിപ്പം ലിസ്റ്റ് ആയിട്ടാണ് നമുക്ക് ആപ്സ് കാണാൻ പറ്റുന്നത്. പിന്നീട് സിറിയിൽ ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് WatchOS 7ൽ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഹേയ് സിറി, how can I say thanks in Spanish? I found 2 ways to say thanks in Spanish. ഇത് മാത്രമല്ല, നമ്മുടെ ഓഫ്ലൈൻ ഡിറ്റക്ഷനും ആപ്പിൾ സിറിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു സെറ്റിംഗ്സിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് ആപ്പിലേക്ക് പോയിട്ട് നമ്മളിവിടെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് സ്ക്രോൾ ചെയ്ത് മേളിലേക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഐഫോണിൽ ഉപയോഗിക്കുന്ന ആ സെയിം മെത്തേഡ് അല്ല ടെക്നിക്ക് നമുക്ക് ഇവിടെയും സാധിക്കും. അതായത് ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും മേളിലേക്ക് പോകാൻ സാധിക്കും. പിന്നീടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് ആപ്പിനകത്താണ്. ഇവിടെ നമുക്ക് ആ മെസ്സേജ് ആപ്പ് ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മെസ്സേജസ് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെസ്സേജിന് റിപ്ലൈ ആയിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഐഫോണിൽ കാണുന്ന പോലെ തന്നെ എന്തെങ്കിലും റിപ്ലൈസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ക്വിക്ക് റിപ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ധാരാളം ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പം താങ്ക് യു വെരി മച്ച് അല്ലെങ്കിൽ നൈസ്, ഓസം എന്നൊക്കെ പറഞ്ഞ് ധാരാളം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്വിക്ക് റിപ്ലൈസ് കുഴപ്പമുണ്ട്. അതല്ലാതെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ക്വിക്ക് റിപ്ലൈസും ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ആപ്പിൾ വാച്ചിൻ്റെ ആപ്പിലേക്ക് പോയിട്ട് താഴെ നമുക്ക് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മെസ്സേജസിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡിഫോൾട്ട് റിപ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ട് റിപ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കൊടുത്തേക്കുന്ന കുറച്ച് റിപ്ലൈസ് മങ്ങിയാണ് കിടക്കുന്നത്. ആ ഒരു റിപ്ലൈസിന് പകരം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഹായ്, ഹൗ ആർ യു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ്ഡ് ക്വിക്ക് റിപ്ലൈസ് ആഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പം ആപ്പിൾ വാച്ചിൻ്റെ സൈഡിൽ നമുക്ക് ഈ ക്രൗണ്ട് തൊട്ട് സൈഡിലായിട്ട് ഒരു പവർ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പ് അല്ലെങ്കിൽ ഈ ഡോക്ക് എന്ന് പറയുന്ന സംഭവം കാണാൻ സാധിക്കും. ഇതാണ് ആപ്പിൾ വാച്ചിൻ്റെ ഡോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഐഫോണിലെ ഡോക്ക് പോലെ തന്നെ ഇതിൽ നമുക്ക് നമ്മൾ പ്രീവിയസ്ലി ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന എല്ലാ ആപ്സും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ പ്രീവിയസ്ലി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്സ് അല്ലാതെ നമുക്ക് ഫേവറേറ്റ്സ് ആപ്സുകൾ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഐഫോണിലെ ആപ്പിൾ വാച്ച് ആപ്പിനകത്ത് പോവുക. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡോക്കിൽ നിങ്ങൾക്ക് നോക്കി അറിയാം റീസെൻ്റ് ആണ് കിടക്കുന്നത്, റീസെൻ്റ്ലി ഓപ്പൺ ആപ്പ്. അതല്ല നമുക്ക് ഫേവറേറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആപ്പുകൾ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ഫേവറേറ്റ്സ് ആപ്പ്. ഇപ്പോൾ എഡിറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ധാരാളം ഫേവറേറ്റ്സ് ആപ്പുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വൺസ് നമ്മളിത് സെറ്റാക്കി കഴിഞ്ഞിട്ട് ആ ഒരു പവർ ബട്ടണിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേവറേറ്റ്സ് ആപ്പുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡോക്കി വന്ന് കിടക്കുന്ന ആപ്പുകൾ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിങ്ങനെ ജസ്റ്റ്
സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കൺട്രോൾ സെൻറ്ററും അതേപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെൻറ്ററും നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ മേളിൽ നിന്ന് താഴേക്ക് വലിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെൻറ്ററും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പിനകത്ത് പോയാൽ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ആപ്പിനകത്ത് പോയിട്ട് ഇവിടെ എനിക്ക് കൺട്രോൾ സെൻറ്ററും നോട്ടിഫിക്കേഷൻ സെൻറ്ററും ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഹോൾഡ് ചെയ്ത് പിടിച്ച് മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുക, നമുക്ക് കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ മേളിൽ നിന്ന് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺട്രോൾ സെൻറ്ററും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സെൻറ്ററും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൺട്രോൾ സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. കൺട്രോൾ സെൻറ്ററിൽ നമുക്കറിയാം നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ കാണുന്ന രണ്ടാമത്തെ ഐക്കൺ എന്ന് പറയുന്നത് ഐഫോൺ പിങ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐക്കണിൻ്റെ IP ആണെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോൺ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫ്ലാഷ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഐഫോൺ എടുത്ത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ 3D ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്ലാഷ് തെളിയുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് WatchOS 7ൽ മീ ഇമോജി ആപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഐഫോണിലുള്ള പോലെ തന്നെ നമുക്ക് മീ ഇമോജീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മീ ഇമോജിയാണിത്. ഇനി നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഐഫോണിലുള്ള പോലെ എല്ലാ ഡീറ്റെയിൽസും സകല ഡീറ്റെയിൽസും സ്കിന്ന്, ഹെയർ സ്റ്റൈല്, ഐബ്രൗ, ഹെഡ്, നോസ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് ഇപ്പം സ്കിന്നിലിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്കിൻ ടോണുകളെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫുൾ കസ്റ്റമൈസേഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ചീക്സ്, അതിൻ്റെ കളേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഐഫോണിലുള്ള പോലെ തന്നെ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു മീ ഇമോജി ആപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. വൺസ് നമ്മൾ ഇതെല്ലാം സെറ്റാക്കി കഴിയുവാണെങ്കിൽ നമുക്കിത് സേവ് ചെയ്യാനാണ്. അത് ഡൺ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് സേവ് ആവും. സേവ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഐഫോണിൽ അത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമോജിയിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ഏറ്റവും താഴെ പോവുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് വാച്ച് ഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് വാച്ച് ഫേസിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ നമുക്ക് മീ ഇമോജി വാച്ച് ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ 3D ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാച്ച് ഫേസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആനിമോജി അങ്ങനത്തെ ആനിമൽസിൻ്റെ ഒക്കെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് 2 ആനിമോജീസും അല്ലെങ്കിൽ മീ ഇമോജീസും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി നമ്മൾ സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ കസ്റ്റമൈസേഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ കോംപ്ലിക്കേഷൻ. അതോടൊപ്പം തന്നെ വാച്ച് ഫേസിനെ പറ്റി പറയുമ്പോൾ ഇപ്പം ഞാൻ കറന്റ് റൺ ചെയ്യുന്നത് ലൂമിയുടെ വാച്ച് ഫേസ് ആണ്. ഇപ്പം ഞാൻ എഡിറ്റ് എന്ന ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ്, ഞാൻ മുമ്പേ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ആണ്. അതിൽ കാണാം ഞാൻ ഗോൾഡൻ ഹവറൊക്കെ സെറ്റ് ചെയ്ത ലൂമി എന്ന് പറയുന്ന ആപ്പാണ്. ഇതൊരു പെയ്ഡ് ആപ്പാണ്. ആ പെയ്ഡ് ആപ്പ് ഉപയോഗിച്ചുള്ള നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പം ഇതെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് ഇവിടെ ഇഷ്ടംമാതിരി കോംപ്ലിക്കേഷൻസ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എയർ ക്വാളിറ്റി, അങ്ങനെ വർക്കൗട്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേളിലേക്ക് പോകണമെങ്കിൽ ധാരാളം ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കോംപ്ലിക്കേഷൻസ്. അതേപോലെ തന്നെ ധാരാളം വാച്ച് ഫേസുകളാണ് ആപ്പിൾ ഇത്തവണ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ധാരാളം വാച്ച് ഫേസുകൾ കാണാം. നമുക്ക് അതിനകത്ത് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന വാച്ച് ഫേസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് GTM വാച്ച് ഫേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻസിൻ്റെ ടൈം കറണ്ട്ലി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ക്വിക്കായിട്ട് തന്നെ അവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പുതിയ ഫീച്ചറാണ് നമുക്ക് വാച്ച് ഫേസുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വാച്ച് ഫേസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇവിടെ ഷെയറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ആർക്കാണോ iMessage ആയിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് വളരെ എളുപ്പത്തിൽ iMessage ആയിട്ട് ഈ വാച്ച് ഫേസുകൾ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിലെ ഏറ്റവും അവസാനത്തെ നമ്മളുടെ ഫീച്ചറാണ് നമ്മളുടെ നൈറ്റ് സ്റ്റാൻഡ് മോഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നൈറ്റ് സ്റ്റാൻഡ് മോഡ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഈ ഒരു മോഡിൽ നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര % ബാറ്ററി ആയെന്നറിയാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര % ബാറ്ററി ചാർജ് ആയെന്നുള്ള വിവരം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഇതുവരെ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് പോവുക, ജനറൽസിൽ പോവുക, ഏറ്റവും താഴെ നമുക്ക് നൈറ്റ് സ്റ്റാൻഡ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ WatchOS 7ലെ ഏതാനും കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in next video. Till then, peace.